അയ്യപ്പൻ്റെ പൂങ്കാവനം ഭക്തിക്കുള്ളതാണ്, അയ്യപ്പ ശരണം വിളിക്കുള്ളതാണ്, അത് മുദ്രാവാക്യം വിളിക്കാനുള്ളതല്ല. നോക്കൂ എത്ര കൃത്യമായിട്ടാണ് ആ പാവത്തിൻ്റെ കൈ ചുരുട്ടി മുകളിലേക്ക് പോയിട്ട് സ്വാമിയെ അയ്യപ്പോ സ്വാഭാവികമായി ഉണ്ടായതല്ല, അത് പരിശീലിച്ച് ചെയ്തു തന്നെയാണ്. ഇതറിയാതെ പുറത്തു വരും ഈ കള്ള. മാത്രല്ല നന്ദേട്ടാ, ആ ഗീതോപദേശം കേട്ടുകായിരുന്നോ? അത് എനിക്ക് തോന്നിയത് ഇതിനകത്ത് ഏക മെച്ചം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഗീതയിലെ ഭക്തലക്ഷണം ഇങ്ങനെ പറയാനൊരവസരം. അതെങ്ങനെയാണ് പറഞ്ഞതെന്ന് എല്ലാവരും കേട്ടതാണ്. പക്ഷേ വലിയ ജോലി ചെയ്തിട്ടുണ്ടാവും അവരുടെ ഈ ബാക്ക് റൂം ബോയ്സ്, പ്രഭാവർമ്മയും. ബ്രിട്ടാസിന് ഗീത അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാവരും ചേർന്ന് വല്ലാതെ പണിപ്പെട്ട് ഇത് എഴുതി പലവട്ടം വായിച്ച് പഠിപ്പിച്ച് ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനത്തേതായിക്കൂടാന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഏതായാലും ആ ഗീതയുടെ വരി ചൊല്ലി. പക്ഷേ കൂട്ടത്തിൽ അദ്ദേഹം 3-ാം അധ്യായത്തിൽ മിഥ്യാചാര ലക്ഷണം ഉണ്ടായിരുന്നു, അതുകൂടി ചൊല്ലേണ്ടതായിരുന്നു. അതായത് ഹിപ്പോക്രേറ്റ് ആരാണെന്ന് ഭഗവാൻ വർണ്ണിക്കുന്നുണ്ട്. കർമ്മേന്ദ്രിയാണി സംയമ്യ ഏ ആസ്ഥേ മനസാസ്മരൻ എന്ന് പറയുന്ന എന്ന് തുടങ്ങുന്ന ആ ശ്ലോകമുണ്ട്. ആരാണ് മിഥ്യാചാരൻ? പുറമേ പലതും കാണിക്കുകയും അകത്ത് വേറൊന്നായിരിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനെല്ലാം സംയമനാണ്, എൻ്റെ കൈ ശുദ്ധമാണ് എന്നൊക്കെ പറയുകയും മോളെ കൊണ്ട് കൈക്കൂലി മേടിപ്പിക്കുകയും കൈക്കൂലിക്ക് മാസപ്പടി എന്ന് പേര് കൊടുക്കുകയും ഇതൊക്കെയാണ് ഈ തരത്തിൽ പറഞ്ഞാൽ മിഥ്യാചാരൻ്റെ ലക്ഷണം, ഹിപ്പോക്രറ്റിൻ്റെ ലക്ഷണം. അതുകൂടി ചൊല്ലേണ്ടതായിരുന്നു സത്യത്തിൽ. ഈ അവസാന കാലമാകുമ്പോഴേക്കും ഏതൊരു തരത്തിലാണ് ആ മനുഷ്യൻ താഴോട്ട് പോയി ഉള്ളു മുഴുവൻ പുറത്ത് കാണിക്കുന്ന വിധത്തിലേക്ക് മാറുന്നത് എന്ന് കാണിക്കുന്ന ഒന്നായി പോയി ഇന്നലത്തെ ഈ അഭ്യാസം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആകെ വീണ്ടും അദ്ദേഹത്തോട് പറയാൻ തോന്നുന്ന ആ പഴയ സിനിമയിലെ ഡയലോഗാണ്, വിജയ നിനക്കൊന്ന് കരഞ്ഞുകൂടെ, പൊട്ടിക്കരഞ്ഞുകൂടെ എന്ന്.